ആദ്യം റോഷി തീരുമാനിക്കും, ജോസ് അനുസരിക്കും. അങ്ങനെയാണോ കേരള കോൺഗ്രസ് എമ്മിൽ കാര്യങ്ങൾ നടക്കുന്നത്? പേരിനൊരു ചെയർമാനാണോ ജോസ് കെ മാണി? റോഷി അഗസ്റ്റിനാണോ സൂപ്പർ ചെയർമാൻ? ഇത്തരം പല ചോദ്യങ്ങൾ പാലാ കേന്ദ്രീകരിച്ച് ഉയരുന്നുണ്ട്. കുറച്ച് ദിവസങ്ങളായുള്ള സംഭവ വികാസങ്ങൾ അങ്ങനെയാണ്. മൈക്ക് പിടിച്ചു വാങ്ങി പാലായിൽ ജോസ് തന്നെ മത്സരിക്കുമെന്ന് പറഞ്ഞത് റോഷിയുടെ ചോര തിളപ്പെന്നാണ് ജോസ് പറയുന്നത്. എല്ലാം പാർട്ടി തീരുമാനിക്കും എന്ന് പറഞ്ഞ ജോസ് റോഷി പറഞ്ഞത് സുഖിച്ചെന്നും പറയുന്നു. സുഖിച്ചതാണോ അതോ സഹിച്ചതാണോ എന്ന് അണികൾ പോലും ചോദിക്കുന്നുണ്ട്. നമുക്ക് ജനങ്ങളോട് ചോദിക്കാം, ജോസ് കെ മാണിയും റോഷി അഗസ്റ്റിനും തമ്മിൽ അടിയായോ എന്ന്. അജിത്താണ് കുറച്ച് ആളുകളോട് ചോദിച്ചിരിക്കുന്നത്. എന്താണ് അവർക്ക് പറയാനുള്ളത് എന്ന് നോക്കാം. അപ്രതീക്ഷിതമായ ഈ പ്രഖ്യാപനമാണ് കേരള കോൺഗ്രസിനുള്ളിൽ വലിയ തലവേദനയുണ്ടാക്കിയത്. റോഷി അഗസ്റ്റിൻ സൂപ്പർ ചെയർമാൻ കളിക്കുന്നുവെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. ജനങ്ങളുടെ പ്രതികരണം കാണാം. ഒരു ഇടതുപക്ഷ മുന്നണിയിൽ നിൽക്കുന്നത് കൊണ്ട് അവർ യോജിച്ചുള്ള പ്രവർത്തനം ഉണ്ടാവുമെന്നാണ് ജനങ്ങൾ കരുതുന്നത്. പക്ഷേ റോഷി അഗസ്റ്റിൻ പറയുന്നത് ഇദ്ദേഹം പാലായി തന്നെ നിൽക്കുമെന്നാണ് പറയുന്നത്. ഏതായാലും നമുക്ക് 2 ദിവസത്തിനകം കണ്ടറിയാം. അതൊക്കെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സ്റ്റാൻഡാതെ നോക്കുന്നത്. അവരെന്തെങ്കിലും മൈക്ക് വിളിച്ച് മേടിച്ചെന്നും പറഞ്ഞ് അങ്ങനെയൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ കുറ്റിയടിച്ച് അങ്ങനെ ഒരു പിടിച്ച് വലിച്ചു മാറ്റുമല്ലോ. ഷാപ്പിക്ക് സംസാരിക്കാനുള്ള സമയം കൊടുത്തില്ലെന്ന് പറഞ്ഞ് അത്രയൊന്നും ഇവിടെ നടന്നിട്ടില്ല. അടിച്ച് വിരിയുക, അത് അവരുടെ ആഭ്യന്തര കാര്യമാണ്. അത് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. അതൊരു ഇലക്ഷനല്ലേ, അതിപ്പം അങ്ങനെ ഉണ്ടാവും. ഇതൊക്കെ ഇതിൻ്റെ നാടകങ്ങളല്ല എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇതിനകത്തൊന്നും ഒന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. ഇപ്പം അയാൾ ഇപ്പുറത്തോട്ട് ചാടാനുള്ളൊരു പരിപാടിയാണ്. ഇപ്പം UDF നിന്നോട്ട് വരാനായിട്ടുള്ളൊരു കളി നടക്കുന്നു. അവരെടുക്കുകയില്ലെന്ന് അറിയാൻ മേല, പക്ഷേ എടുക്കരുത്. ഇതോടെ UDF LDF തീരുന്നതോടുകൂടി ഇത് അവനും തീരണം. രാഷ്ട്രീയല്ലേ, പലതും നടക്കും, നോക്കിയിട്ട് കാര്യമില്ല. ജനങ്ങൾ ഇതെല്ലാം കണ്ടുവയ്ക്കുക. എന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട സമയത്ത് അവർ വോട്ട് ചെയ്യും, ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥിക്ക്. അത്ര തന്നെ. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നതിനാൽ ഇനിയും പ്രശ്നം വലുതാക്കേണ്ടെന്നാണ് ഇരു നേതാക്കളുടെയും തീരുമാനം. ക്യാമറമാൻ ശ്രീകുമാറിനൊപ്പം അജിത് ബാബു, ന്യൂസ് മലയാളം.